മാസപ്പടി കേസിൽ CMRLനെതിരായ ED അന്വേഷണം മുറുകുന്നു. CMRLന്റെ കള്ളക്കണക്കുകളിലെ 103 കോടി രൂപയെക്കുറിച്ചാണ് അന്വേഷണം. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ട് ED തേടിയിട്ടുണ്ട്. CMRLന്റെ കള്ളക്കണക്കുകളിലെ തുക രാഷ്ട്രീയ ഉന്നതരിലേക്ക് പോയെന്നാണ് സംശയം. ഇല്ലാത്ത ചെലവുകളുടെ പേരിൽ CMRL 103 കോടി രൂപയുടെ കള്ളക്കണക്ക് കാണിച്ചെന്നാണ് ROCയുടെ തൽസ്ഥിതി റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ട് പ്രകാരം കണക്കുകളിലെ പൊരുത്തക്കേടുകൾ വലുതാണ്. കള്ളക്കണക്കുകളിൽ കാണിച്ച പണം യഥാർത്ഥത്തിൽ ആരിലേക്കെല്ലാമാണ് എത്തിയതെന്നാണ് കണ്ടെത്തേണ്ടത്. മാസപ്പടി കേസിൽ ED അന്വേഷണം കൂടുതൽ മുറുകുമ്പോൾ അന്വേഷണ സംഘം തേടുന്നത് കള്ളക്കണക്കുകളിലെ ഫണ്ടുകൾ എന്തിനെല്ലാം മാറ്റി എന്നതാണ്. 2012, 2013 മുതൽ 2018, 2019 വരെ മാലിന്യം നീക്കൽ, ഗതാഗത ചെലവിനങ്ങളിലാണ് കള്ളക്കണക്ക് കാണിച്ചത്. ഇത്രയധികം തുക ഇതിനെല്ലാമായി എങ്ങനെ വിനിയോഗിക്കപ്പെട്ടുവെന്ന് CMRL MDക്കോ ഫിനാൻസ് ഉദ്യോഗസ്ഥർക്കോ വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. മാസപ്പടി കേസിൽ അന്വേഷണം അവസാനിപ്പിക്കണമെന്നാണ് CMRL കോടതിയിൽ നൽകിയ ഹർജിയിലെ ആവശ്യം. നൽകാത്ത IT സേവനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് 1,72 ലക്ഷം രൂപ നൽകിയത് എന്തിനെന്നതിൽ ROC, SFIO, ED അന്വേഷണങ്ങൾ നടക്കുകയാണ്. ആദായ നികുതി കണക്കുകളിൽ കാണിക്കാതെ കൈമാറിയ 135 കോടി, എംപവർ ഇന്ത്യ എക്സലോജിക്കിന് നൽകിയ തിരിച്ചടക്കാത്ത 78 ലക്ഷത്തിന്റെ വായ്പ എന്നിവയിലും ED അന്വേഷണമുണ്ട്. കേസിൽ CMRL MD ശശിധരൻ കർത്തിയെയും നിരവധി ഉദ്യോഗസ്ഥരെയും ED ചോദ്യം ചെയ്തിരുന്നു. ജനം, കൊച്ചി.